ചെയ്യാനോ? അത് അത് ആലോചിക്കട്ടെ. വല്ലവരൊക്കെ വിളിക്കുന്നുണ്ടോ എന്നോ? പലരും വിളിക്കുന്നുണ്ട്. അതിരിക്കട്ടെ, ചേട്ടന്റെ പേരെന്തുവാ? നേരെ കാണുമ്പോ പറയാമെന്നോ? ചേട്ടൻ എങ്ങനെയിരിക്കും? എത്ര വയസ്സുണ്ട്? ശബ്ദം കേട്ടാൽ എങ്ങനെ തിരിച്ചറിയും? ശബ്ദം യേശുദാസിനെ പോലെ ഇരിക്കും, പക്ഷേ നേരിൽ കാണുമ്പോൾ ആളും മാമുക്കായെ പോലെ ഇരുന്നാലോ? ഇവൾ +1 പഠിക്കുന്ന കുട്ടിയാണ്. പേര് നിധി തെരേസ ജെയിംസ്. ഇവളുടെ 16ാമത് ജന്മദിനത്തിന് അവളുടെ ഡാഡിയും മമ്മിയും കൂടി കൊടുത്ത ബർത്ത്ഡേ പ്രസന്റേഷൻ 30,000 രൂപ വില പതിക്കുന്ന ഒരു മൊബൈൽ ഫോണായിരുന്നു. അവൾക്ക് കുറച്ച് ഫുൾ ഹാൻഡ് വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു ഇതിലും നല്ലത്. ഒരു കാര്യം ചെയ്യാം, എന്റെ ഇമെയിൽ ഐഡി തരാം, ചേട്ടനൊരു ഫോട്ടോ അതിലേക്ക് ഇട്. അത് ശരി, അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ട്രീസ മിസ് ആയിരുന്നു മമ്മി, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ട്രീസ. അവർ എന്നോടൊരു സംശയം ചോദിക്കുകയായിരുന്നു. ഓ മൈ ഗോഡ്, ഈ മിസ്സുമാർക്കൊന്നും ഒരു വിവരവും ഇല്ല, പഠിപ്പിക്കാൻ നടക്കുന്നു. അവരെപ്പോഴും എന്നെ മൊബൈലിൽ വിളിക്കും മമ്മി. പഠിക്കുന്ന കുട്ടികളോടല്ലേ സംശയം ചോദിക്കാൻ പറ്റൂ? ആര് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യണം. അതിപ്പോൾ ബോയ് ഫ്രണ്ട്സ് ആണെങ്കിലും നോ പ്രോബ്ലം. കൺട്രികൾ പലരും പലതും പറയും. നെവർ മൈൻഡ്സ്. പെൺകുട്ടിയുടെ പ്രായമായ നടപ്പും ഒതുക്കവും വേണമെന്ന് ചില മൂലാച്ചികൾ പറയും. ഇഡിയറ്റ്സ്. സ്റ്റേറ്റ്സിലൊന്നും അങ്ങനെയൊന്നുമല്ല. അവിടെ ആണും പെണ്ണും ഏത് നേരവും തോളോട് തോൾ ഒരുമയാണ് നടക്കുന്നത്. ഈ കേരളം ഒരു വളിച്ച നാടാണ്. കൾച്ചറൽ ഫെലോസ്. ഓ മൈ ഗ്രേഷ്യസ്. ഈയിടെയായി മമ്മി എപ്പോഴും ഇംഗ്ലീഷ് പറയുന്നു. മമ്മി PG കഴിഞ്ഞതാണോ? എന്റെ അപ്പൻ ഐഡിയ ആയിരുന്നില്ല, അതുകൊണ്ട് എനിക്കൊരു PGയുമില്ല. അപ്പൻ ഒരു ഇന്റർനാഷണൽ ഇഡിയറ്റ് ആയിരുന്നു. ഒരു മലമൂടൻ. റബ്ബർ, കുരുമുളക്, കാപ്പി, കൊക്കോ എന്നെ പഠിപ്പിച്ചതാ. പക്ഷേ സ്കൂളുകളും കൊള്ളത്തിലായിരുന്നു. ടീച്ചേഴ്സും ഒരു വക. എന്നിട്ട് 10ാം ക്ലാസ് ജയിച്ച എന്നെ തോൽപ്പിച്ചതാ. ഇംഗ്ലീഷിനും ഹിന്ദിക്കും കണക്കിനും മലയാളത്തിനും അവരെന്നെ തോൽപ്പിച്ചു. അതിനല്ല ഞാൻ സ്പോർട്സ് സ്ക്വാഡിന്റെ ഡിക്ഷണറി വാങ്ങി വെച്ചിരിക്കുന്നത്. ഓക്സ്ഫോർഡ് അല്ല മമ്മി, ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡ് ഒരു യൂണിവേഴ്സിറ്റിയാണ്. നീ എന്നെ കറക്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. യു അണ്ടർസ്റ്റാൻഡ്? ബൈ ദ ബൈ, എബി എന്തി? അവനാന്റെ മുറിയിലുണ്ട്. ഇന്റർനെറ്റിൽ വെളുപ്പിനെ കയറിയതാ. ഓ മൈ ജീസസ്. ചെക്കൻ ഏത് നേരവും നെറ്റിനകത്ത് കയറി അവന് ഫുഡും വേണ്ട, വാട്ടറും വേണ്ട, ഓക്സിജൻ പോലും വേണ്ടെന്നായിട്ടുണ്ട്. അവൻ മെലിഞ്ഞു വാള വരയ്ക്കാ പോലെയായി. ഓ മൈ ഗ്രേഷ്യസ്. മമ്മി ഇതുവരെ എവിടെയായിരുന്നു? ബ്യൂട്ടി പാർലറിൽ ത്രെഡിയേണ്ട പോയത്. ആ കൂടെ ഹെന്ന ചെയ്തു, ഫേഷ്യൽ ചെയ്തു. ബൈ ദ ബൈ, ആ ഓൾഡ് മാൻ എന്തി? കടൽക്കിഴവൻ. വല്യപ്പച്ചനോ? അയാളെ വല്യപ്പച്ച, കൊച്ചു തമ്മച്ച എന്നൊന്നും വിളിക്കുന്നതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? കാര്യം നിങ്ങളുടെ ഡാഡിയുടെ അപ്പനായാള്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് കാലക്കുറയായി. ആക്രി കിടക്കാർക്ക് പോലും വേണ്ട. ഓ എന്റെ കർത്താവേ, നിന്നെ 3 ആണിന്മേലാ തറച്ചത്. ഈ പടുകിഴവനെ ഒരു 6 ആണിന്മേൽ തറച്ചിട്ട് ഒരു ഉഗ്രൻ ഇടിവെട്ട് കൂടി കൊടുത്തേക്കണേ. നാശകോടാലി. ഇപ്പൊ മമ്മിയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ പോയി. എനിക്ക് അങ്ങനെയാ. ടെൻഷൻ വരുമ്പോ ഇംഗ്ലീഷ് ഒക്കെ പോയി ഞാനൊരു തറയാകും. സായിപ്പന്മാരുടെ ശാപമാ. ഓ എന്റെ മാർവലസ്. അതെന്താ ഇപ്പൊ ഇവിടെ ഒരു മാർവലസ് പ്രയോഗിക്കുന്നത്? അത് ആ ഐഡിയ സ്റ്റാർ സിംഗറിലെ ഉഷ ഉതുപ്പ് എപ്പോഴും പ്രയോഗിക്കുന്നതാ. എന്തുവാ അതിനർത്ഥം? വല്യപ്പച്ച വരുന്നു. മാർവലസ്, അത്ഭുതകരമായിരിക്കുന്നു, വിസ്മയകരം എന്നൊക്കെ ഇതിനർത്ഥം. നീ ജനിച്ചപ്പോൾ നിന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ അപ്പൻ മനസ്സിൽ വിചാരിച്ചു കാണും, മാർവലസ്, അത്ഭുതകരമായൊരു ജീവി. കൊച്ചു തെരേസ്യ? കൊച്ചു തെരേസ്യ അല്ല, എന്റെ പേര് തെരേസ. മൈ നെയിം ഈസ് തെരേസ. എന്റെ മകൻ ജെയിംസിന് വേണ്ടി നിന്നെ കല്യാണം ആലോചിച്ച് നിന്റെ വീട്ടിൽ വരുമ്പോൾ നിന്റെ അപ്പൻ നിന്നെ വിളിച്ച പേരാണ് ഞാനും വിളിച്ചത്, കൊച്ചു തെരേസ്യ എന്ന്. എനിക്ക് നിന്റെ അപ്പന്റെ സ്ഥാനമാണ്. നിന്നെ നീ വിളിക്കുന്ന പേര് ഞാൻ എങ്ങനെ വിളിക്കും? എന്റെ അപ്പന് വിവരമില്ല. വൈതൃക നിന്ന ജന്മം തന്ന പിതാവിനെ അപമാനിക്കരുത്. നിങ്ങളോട് സംസാരിച്ച് നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മനസ്സുള്ളവർക്കാണ് ഭ്രാന്തെന്ന മനോരോഗം ഉണ്ടാകുന്നത്. അതിരിക്കട്ടെ, മക്കൾ എന്നാ ഹോസ്റ്റലിലേക്ക് പോകുന്നത്? ക്രിസ്മസ് വെക്കേഷൻ തീർന്നല്ലോ, ഇന്ന് പോകും. എബിയോ? അവനും ഇന്ന് പോകും. പണ്ടൊക്കെ നിങ്ങൾ എപ്പോഴും വല്യപ്പച്ചന്റെ അടുത്ത് വരുമായിരുന്നു, കഥകൾ കേൾക്കുവാനും അറിവ് നേടുവാനും ഒക്കെയായി. ഇപ്പോൾ എന്നെ കാണുമ്പോൾ മാറി നടക്കുന്നു. എന്താ വല്യപ്പച്ചനെ മക്കൾക്ക് പേടിയാണോ? പേടിയായിട്ടല്ല വല്യപ്പച്ച, മമ്മി പറഞ്ഞിട്ടാ. മമ്മി എന്ത് പറഞ്ഞു? വല്യപ്പച്ചന്റെ അടുത്ത് പോകരുത്, മഹാപഴഞ്ചന, കൊള്ളരുതായ്മ മാത്രമേ പഠിപ്പിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല വല്യപ്പച്ചന്റെ ശല്യം കാരണം ഞങ്ങൾ രണ്ടുപേരും ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നത്.
ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താ വല്യപ്പച്ച? എന്നെ എന്തുകൊണ്ട് എന്റെ മക്കൾ വൃദ്ധസദനം എന്ന അഗതി മന്ദിരത്തിലേക്ക് മാറ്റുന്നില്ല എന്ന കാര്യം. അതെന്താ? ഞാനിതുവരെ എന്റെ വസ്തുക്കൾ എന്റെ മക്കൾക്കായി ഭാഗിച്ചു നൽകിയിട്ടില്ല. അത് ഷെയർ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് അഗതി മന്ദിരത്തിലേക്കും പോകാമായിരുന്നു, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കുകയും ചെയ്യാമായിരുന്നു. കാലത്തിന് വേഗതയേറുകയാണ്, മനുഷ്യ മനസ്സ് ചുരുങ്ങുകയും. പണ്ടൊക്കെ കൊച്ചുമക്കൾക്ക് പ്രിയപ്പെട്ടവരുടെ മുത്തശ്ശനും മുത്തശ്ശിയുമായിരുന്നു. പവിത്രവും പരിശുദ്ധവും പരിപാവനവും സദാചാരങ്ങളിൽ അധിഷ്ഠിതവുമായ കർശന നിയമങ്ങളോടുള്ള ഒരു സംസ്കാരം രൂപപ്പെട്ടത് അങ്ങനെയായിരുന്നു. കൊച്ചുമക്കൾ സാമൂഹിക മര്യാദകൾ പഠിക്കുന്നതും അത് പാലിക്കുന്നവരും സംസ്കാര സമ്പന്നരായി വിവേകശാലികളായി വളരുന്നതിലും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമുള്ള പങ്ക് വളരെ വലുതായിരുന്നു. അവരെ അക്ഷരം പഠിപ്പിച്ച് അഗ്നിശുദ്ധിയുള്ളവരാക്കി സാമൂഹ്യ രംഗത്തേക്ക് പറഞ്ഞയക്കുന്നതിൽ മുത്തശ്ശന്മാരുടെ പിടയ്ക്കുന്ന ഹൃദയങ്ങളുടെ പിൻബലമുണ്ടായിരുന്നു. ആ തലമുറ ബ്രോയിലർ കോഴികളെ പോലെ ആയിരുന്നില്ല. അവർ പ്രതികരണശേഷിയുള്ളവരായിരുന്നു. അവർക്ക് പൊതുസമൂഹത്തോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അവരുടെ തലച്ചോർ ഓരോ യൂണിവേഴ്സിറ്റികളായിരുന്നു. അവർ ചലിക്കുന്ന ഗ്രന്ഥശാലകളായിരുന്നു. ഈ സൈബർ യുഗത്തിൽ മുത്തശ്ശന്മാർ നരവീണ ഓർമ്മകളുമായി അഗതി മന്ദിരത്തിൽ. കൊച്ചുമക്കൾക്ക് അവർ ആക്രി സാധനങ്ങൾ. എന്താ ഒരു മ്യൂസിക്? ഞാൻ വെറുതെ ഒരു മൂളിപ്പാട്ട് പാടി നോക്കിയതാ. അത് ശരി, മാർപ്പാപ്പയാണ് കുരിശുവര പഠിപ്പിക്കുന്നത്. മോളെ, 32 കൊല്ലം അധ്യാപകനായിരുന്ന ആളാ ഞാൻ. അതിൽ 10 കൊല്ലവും ഹെഡ്മാസ്റ്റർ ആയിരുന്നു. ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് 3 പ്രാവശ്യം കൈപ്പറ്റിയിട്ടുമുണ്ട്. സ്റ്റുഡൻസിനെ സ്നേഹിച്ചുകൊണ്ട് അവരെ ഞാൻ കർശനമായി ശിക്ഷിച്ചിട്ടുണ്ട്, അവർ നന്നാകാൻ വേണ്ടി മാത്രം. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് കുട്ടികൾ എന്ത് അഭ്യാസം കാണിച്ചാലും എനിക്കത് പിടികിട്ടും. അധ്യാപക വൃത്തി ഒരു കലയാണ്. ടീച്ചിങ് ഈസ് ആൻ ആർട്ട്. മ്യൂസിക് കേട്ടതൊരു മൊബൈൽ ഫോണിൽ നിന്നായിരുന്നു. ആ ഫോൺ നിന്റെ കൈകളിലുമുണ്ട്. ആരാണ് നിന്നെ വിളിക്കുന്നത്? എന്താണ് നീ കാൾ അറ്റൻഡ് ചെയ്യാത്തത്? നീ ഭയപ്പെടേണ്ട, നിന്നിൽ നിന്നൊരു ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ ഈ കാൾ അറ്റൻഡ് ചെയ്യുകയും. പറയൂ, ആരാണ് നിന്നെ വിളിക്കുന്നത്? കൂട്ടുകാരിയാണെങ്കിൽ പിന്നെ നിനക്ക് ആ കുട്ടിയോട് സംസാരിച്ചാലെന്താ? അപ്പോൾ കൂട്ടുകാരിയല്ല, ഈ മൊബൈൽ ഫോൺ നാശവിപത്തിന്റെ ഒരു നാരായ പേരാ. നീ സത്യം എന്നോട് പറഞ്ഞേ മതിയാവും. എനിക്കത് കേട്ടേ മതിയാവും. ഞാൻ നിന്റെ അപ്പച്ചനല്ല, വല്യപ്പച്ചനാണ്, നിന്റെ പരമാധികാരി. പറയൂ, എല്ലാം വല്യപ്പച്ചനോട് തുറന്നു പറയാം. ഇത് വഴക്കല്ല, നിന്നെ ശാസിക്കാനല്ല, നിന്റെ രക്ഷിതാവിന്റെ അപേക്ഷയാണ്. പറയൂ, ഈ മൊബൈൽ ഫോണിലേക്ക് ആരാണ് നിന്നെ വിളിച്ചത്? മൊബൈൽ ഫോണിൽ പലരും വിളിക്കും. ഫോൺ കൈവശം വെച്ചിരിക്കുന്നത് വിളിക്കാനും വിളിക്കപ്പെടുവാനാണ്. ഇതിലൊക്കെ വല്യപ്പച്ചനുള്ള കാര്യം എന്താണ്? ഞങ്ങൾ +1-നും +2-നും പഠിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ വിളിച്ചു നിർത്തടാ. നീ ഏതു നേരവും നിന്റെ മുറി അടച്ചിട്ട് ഇന്റർനെറ്റിൽ, ഇവൾ ഏതു നേരവും മൊബൈൽ ഫോണിൽ. ഇത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. മമ്മി എവിടെ? ഈ വല്യപ്പച്ചൻ ഞങ്ങൾക്ക് വലിയ ശല്യമായിരിക്കും. മൊബൈലും ഇന്റർനെറ്റുമാണ് പ്രശ്നം. ഇതൊന്നും ഈ വല്യപ്പച്ചന് കണ്ടുകൂടാ. നീ കുട്ടികളുടെ മാതാവാണ്. അവർ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തുകയാണ് വേണ്ടത്, പ്രോത്സാഹിപ്പിക്കുകയല്ല. വിനാശകരമായ വിധികളിലേക്കാണ് അവരുടെ യാത്ര. അവരെ തിരുത്തണം. അവർ കുട്ടികളാണ്. അവരുടെ പ്രായം മനസ്സിലാക്കണം. അവരുടെ വിവേചന ബുദ്ധിയെ പറ്റി പഠിക്കണം. കുട്ടികളെ വളർത്തുന്നത് ഒരു നിസ്സാര കാര്യമല്ല. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടുന്ന ചോറ്റുപാത്രങ്ങളിൽ ഒരമ്മയുടെ ഹൃദയമുണ്ട്. അവരുടെ ചലനങ്ങളിൽ ഒരു അച്ഛന്റെ ജീവിത താളമുണ്ട്. കലാലയത്തിൽ എത്തുന്ന കുട്ടികളുടെ കണ്ണുകളിലും ചിന്തകളിലും ജപമണികൾ കൊരുക്കുന്നത് പോലെ ഒരു അധ്യാപകന്റെ അക്ഷരശുദ്ധിയാർന്ന പ്രാർത്ഥനയുണ്ട്. ഒരു അറിവാണ്, അച്ഛനും ജീവിതമാണ്, അമ്മ സങ്കടമാണ്. കുട്ടികൾക്ക് എന്തും ഹൃദയപൂർവ്വം പങ്കുവയ്ക്കുവാൻ ഒറ്റ ബോധ്യവൃക്ഷ തണലയുണ്ട്. അത് അധ്യാപകന്റെ സന്നിധിയാണ്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, ഇതൊക്കെ തന്നെ. ഇതൊന്നും തെറ്റ് ചെയ്യാൻ വേണ്ടിയല്ല ശാസ്ത്രകാരന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ടെക്നോളജി വളരട്ടെ, മനുഷ്യനെല്ലാം കണ്ടെത്തട്ടെ. പക്ഷേ ഇത്തരം സംഗതികൾ ഉപയോഗിക്കേണ്ട പ്രായത്തിലേ അവർക്ക് ഇത് കൊടുക്കാവൂ. ഈ നാട്ടിലെ കുട്ടികളാരും മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒന്നും ഉപയോഗിക്കാറില്ല. അറിവിനും പരിജ്ഞാനത്തിനും അത്യാവശ്യത്തിനും വേണ്ടി അത് ഉപയോഗിക്കുന്നവരുണ്ട്. രക്ഷകർത്താക്കൾ അത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടികൾ അറിയാതെ മാതാപിതാക്കളുടെ കണ്ണുകൾ അവരെ അനുധാവനം ചെയ്യുന്നുമുണ്ട്.
കമ്പ്യൂട്ടർ വെക്കേണ്ടത് കുട്ടികളുടെ സ്വകാര്യ മുറികളിലല്ല, അത് വീട്ടിൽ പരസ്യമായിട്ടായിരിക്കണം. പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോണിന്റെ ആവശ്യമേ ഇല്ല. ഒരലങ്കാരമായി കൊണ്ടു നടക്കുന്നെങ്കിൽ അപകടം പിടിച്ച ആ യന്ത്രത്തിന്റെ പിന്നാലെ മാതാപിതാക്കളുടെ ശ്രദ്ധയുണ്ടായിരിക്കണം. ത്രേസ്യാമേ, നിനക്ക് വിവരമില്ല. ഇത് അപകടം പിടിച്ച നാടാണ്. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ ക്രൂരന്മാരാകാൻ മത്സരിക്കുകയാണ്. ഓരോ 16 മിനിറ്റിലും ഓരോ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്ന നാടാണ് ഇന്ന് ഇന്ത്യ. സ്വതന്ത്രമായി സഞ്ചരിച്ചൊരു പെൺകിടാവിനെ അവളുടെ കൂട്ടുകാരനെ അടിച്ചു വീഴ്ത്തി ഒരു ബസ്സിലിട്ട് ഒരു മാൻപേടയെ കടുവകൾ എന്ന പോലെ ആക്രമിച്ചു കൊന്നിട്ട് കാലമേറെയായിട്ടില്ല. നടന്നത് ഇന്ത്യൻ പാർലമെന്റും രാഷ്ട്രപതി ഭവനും സുപ്രീം കോർട്ടും സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്ത സൗമ്യ എന്ന പാവപ്പെട്ട പെൺകുട്ടിയെ ശല്യം ചെയ്ത് ഒടുവിൽ വണ്ടിയിൽ നിന്ന് തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ഗോവിന്ദച്ചാമിമാരുടെ നാടാണിത്. ആ ഗോവിന്ദച്ചാമിമാരെയും ഹൈടെക് കള്ളന്മാരായ വണ്ടിച്ചോർമാരെയും രക്ഷിക്കാൻ ഇവിടെ അഭിഭാഷകരുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരെ വെറുതെ വിടാൻ ഇവിടെ കോടതികളുമുണ്ട്. ഇവിടെ കാട്ടുനീതിയാണ് നടപ്പാകുന്നത്. കേൾക്കുന്നത് വനരോധനങ്ങളും. ഈ നാട്ടിൽ നന്മയും കരുണയും സ്നേഹവും സമാധാനവുമില്ല. ദൈവം ശപിച്ചിരിക്കുന്നു. അബലകളായ പെൺകുട്ടികളുടെ നേരെ നടക്കുന്ന ആക്രമണങ്ങൾ കണ്ട് മനസ്സ് തകർന്ന് ആത്മാഭിമാനമുള്ള ഓരോ ഭാരതീയ പൗരനും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് അവസാനമായി ഞാൻ പറയുന്നു, കുട്ടികളുടെ കാര്യത്തിൽ പെറ്റ തള്ളയെപ്പോലും വിശ്വസിക്കുവാൻ പറ്റാത്ത കാലമാണിത്. ഞാനൊരു അധ്യാപകനായിരുന്നത് കൊണ്ട് കുട്ടികളുടെ ഓരോ ചലനങ്ങളിലും എനിക്ക് അവരെ അറിയാം. നീ നിന്റെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒന്നും ഞാനിപ്പോൾ പിടിച്ചു വാങ്ങുന്നില്ല. നീ അവരെ സൂക്ഷിക്കുമെങ്കിൽ, ഇല്ലെങ്കിൽ ഞാനൊരു അപ്പൂപ്പനാകും, അതിലുപരി ഒരു അധ്യാപകനാകും. മൈൻഡ് ഇറ്റ്. ഈ പടുകളവനെ പള്ളിയിലെ പൊട്ടക്കുഴിയിൽ അടക്കം ചെയ്തിട്ടേ ഇനി കാര്യമുള്ളൂ. പാതാളക്കരണ്ടി നിങ്ങൾ രണ്ട് അല്ലിതാര് മൂവാണ്ടനായരോ നീലണ്ണനായിരുന്ന ശരിക്കും പേര്. നാട്ടുകാര് തന്നെ വിളിക്കുന്ന പേര് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. ക്ഷമിക്കണം, ഒത്തിരി കാലമായല്ലോടോ കണ്ടിട്ട്. എന്റെ കാര്യസ്ഥ പണി ഉപേക്ഷിച്ചതിൽ പിന്നെ ഇപ്പോഴാ കാണുന്നത്. തിരക്കായി പോയി സാറേ. ഹലോ, ആ കരിവേപ്പിലയാണോ? കൊണ്ടുവരാം, മേടിച്ചോണ്ട് വരാം. സരസു, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ, എന്റെ മോളാണോ? എന്താ മോളെ, മഴയോ? ആ, മഴ ചിലപ്പം പെയ്യാതിരിക്കാനും പെയ്യാനും സാധ്യതയുണ്ട്. മുക്കൂര് കടലിൽ പോകരുതെന്ന് നീ ആ ചാനലുകാരെ വിളിച്ചത് പറഞ്ഞേര്. മോളെ, എന്റെ മറ്റുമോളൊന്ന് ഹോൾഡ് ചെയ്യണത്, വേറൊരെണ്ണം വന്നോണ്ടിരിക്കുക. ഹലോ, ആ മോനാണോ? എന്താ സച്ചിന്റെ വിക്കറ്റ് തെറിച്ചു പോയെന്നോ? അയ്യോ, ഈ ആസ്ട്രേലിയക്കാര് പാവപ്പെട്ട സച്ചിനെ ജീവിക്കാനും സമ്മതിക്കത്തില്ലേ? വലിയ സെറ്റപ്പായി പോയല്ലോ മൂവാണ്ട. പിന്നെ വലിയ സെറ്റപ്പായി പോയി. ആര്യക്ക് സുഖം തന്നെ? അവക്ക് എന്റെ ശല്യമില്ല, എപ്പോഴും ലാപ്ടോപ്പില്ല. സുഖം തന്നെ. രാഷ്ട്രീയ നേതാവാ. Politics is the last resort of the scoundrels. That is correct. It is employment. I don't know. ആട്ടെ, മക്കളൊക്കെ? 3 പേർക്കും സുഖം തന്നെ. 3 പേരുടെ കല്യാണവും കഴിക്കും. മൂത്ത മോള് ചന്ദ്രകാന്ത. അവക്ക് എയർടെല്ലിന്റെ കണക്ഷനാ ഉണ്ടായിരുന്നത്. എയർടെല്ലിലെ ഒരു ചന്ദ്രഗുപ്ത മൗര്യൻ അവളെ അങ്ങ് കല്യാണവും കഴിച്ചു. രണ്ടാമത്തേത് മകനല്ലേ? പിന്നെ ദൃഷ്ടദ്യുമ്നനോ? ആ, അതേന്ന്. അവനെ ആ പേര് വിളിക്കാൻ ശ്രമിച്ച് എന്റെ മുൻനിരയിലെ 3 കൊല്ലം തെറിച്ചു പോയിരിക്കുക. ഈ ദ്യുമ്നൻ കല്യാണം കഴിച്ചു. അവന് ഐഡിയയുടെ കണക്ഷൻ ആയിരുന്നു. ആദ്യം ഒന്ന് കെട്ടി, അതിനെ ഉപേക്ഷിച്ചു. രണ്ടാമത് കെട്ടി. ആ ആര്യപുത്രിയുടെ പേരാണ് വരട്ടുപാറ വലസ. മൂന്നാമത്തേതോ? അത് മകളാണ്, പുഷ്യരാഗ. അവക്ക് റിലയൻസിന്റെ കണക്ഷൻ ആയിരുന്നു. അവിടുന്ന് അവളും അവനും കൂടി അങ്ങോട്ട് ഒരൊറ്റ പൊങ്ങി അങ്ങ് ശിവകാശി ചെന്ന് പൊങ്ങി ഒരു പടക്കക്കത്തോടെ അങ്ങോട്ട് തുടങ്ങി. ഞാൻ വിടുവോ? ഞാനാരാമോൻ. ഞാൻ അവിടെ ചെന്ന് പന്നിപ്പടക്കം പിടിവെച്ച് രണ്ടിനെയും പിടിച്ച് കെട്ടിച്ചു. അവിടെ കെട്ടിയതിന്റെ പേരാണ് KK ഇർഷ്യ ശൃംഗൻ. ഞാൻ അവനെ ആ പേര് വിളിക്കാറില്ല. ഇനിയും പേര് വിളിച്ച് പല്ലുകളയാൻ എനിക്കില്ല. നന്നായി. പുഷ്യരാഗ റിലയൻസ് ചിലപ്പോ കട്ട് ചെയ്തേക്കും.
അവക്ക് BSNL ചില ഓഫറുകൾ വരുന്നുണ്ടെന്നാ നാട്ടുകാർ പറയുന്നത്. അപ്പോ മക്കളും കൊച്ചുമക്കളുമായിട്ട് സസുഖം കഴിയുന്നു. അതെ അതെ, സമയം പോകുന്നു അറിയേയില്ല. മൂത്തവന്റെ കൊച്ച് മഹാതമാശക്കാരിയാ. ഡാക്കാമോ ഡാക്കാമോ എന്നാ വിളിക്കുന്നത്. പിന്നെ വടാഫടി ആണൊരുത്തരുണ്ട്. അല്ല, ഇത് ചെറിയാൻ സാറിന്റെ ഇളയ മകൻ ജെയിംസിന്റെ കണക്ഷൻ അല്ലേ? പ്രീപെയ്ഡോ അതോ പോസ്റ്റ് പെയ്ഡോ? യൂസ്ലെസ് എന്താ പേര്? മൂവാണ്ട, ചില ആളുകളെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. താൻ വാ, നമുക്ക് ആ ചാവടിയിലിരുന്ന് സംസാരിക്കാം. ശരിയാ, കേറാൻ കൊള്ളുകയെന്ന് എനിക്കും മനസ്സിലായി. നമുക്ക് ചാവടിയിൽ സംസാരിക്കാം. മരപ്പട്ടി കൂട്ട് ഇച്ചായൻ എങ്കിലും എന്റെ അപ്പ അവിടുന്ന് അകാലത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞല്ലോ. ഇതെന്താ കണ്ണിൽ സൂക്കേടാണോ? കണ്ണി സൂക്കാനൊന്നും ഇല്ല, കരയാനുള്ള ഗ്ലിസറിന്. 4 ആളുകൾ കൂടുമ്പോൾ കരഞ്ഞില്ലെങ്കിൽ ചത്തുപോയ അപ്പനോട് യാതൊരു ആത്മാർത്ഥതയുമില്ലെന്ന് വിചാരിക്കില്ലേ? ഇതെന്താ വേല സാർ, 12 വിട്ടില്ലേ? പള്ളിയിൽ അറിയിച്ചില്ലേ? നാട്ടുകാരെ ഒന്നും നീ വരെ അറിയിച്ചില്ലേ? എന്തിന്? അപ്പന്റെ ഡെഡ് ബോഡി എവിടെ വെച്ചിരിക്കുന്നു? ആ ചാവടിയിൽ ഇരിപ്പുണ്ട്. ഡെഡ് ബോഡി അല്ല, ഒറിജിനൽ ബോഡിയാണ്. അപ്പോൾ അപ്പൻ ചത്തില്ലേ? എന്റെ കർത്താവ്, നീ എന്തിന് ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നു? നീ എന്തിനു പിന്നെ മൂപ്പര് ചത്തെന്നും പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്തു? മറ്റൊരു ഗത്യന്തരമില്ലാഞ്ഞിട്ട്. ദൈവമേ, മനസ്സിൽ കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളുടെ കൊട്ടാരം പെട്ടെന്ന് ഇടിഞ്ഞു ഒടിഞ്ഞു വീണല്ലോ. അപ്പന്റെ ശല്യം സഹിക്ക വയ്യ, അതൊന്ന് അവസാനിപ്പിക്കണം. അതിനാണ് ഞാൻ ഇച്ചായന് ഫോൺ ചെയ്തത്. ഈ നുണ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇച്ചാൻ ഇത്ര പെട്ടെന്ന് വരില്ലായിരുന്നു. ഞാൻ ഓടിപ്പാഞ്ഞു വന്ന അപ്പനോട് സ്നേഹം കണ്ടൊന്നും അല്ല, നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് കരുതിയാണ്. സംഗതികൾ ആകെ കുഴഞ്ഞല്ലോ. അപ്പൻ നിർമ്മാണം പ്രാപിച്ച കാര്യം ഞാൻ എന്റെ ചേട്ടൻ സണ്ണിച്ചായനോടും പെങ്ങൾ സിസിലിയോടും പറഞ്ഞല്ലോ. അവരും ഇപ്പൊ ഓടിപ്പിടഞ്ഞ് എത്തുമല്ലോ അന്യരാജ്യത്ത്. വരട്ടെ, മക്കളെല്ലാം വരട്ടെ. അപ്പന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. എന്തെല്ലാം പദ്ധതികളായിരുന്നു മനസ്സിൽ. മുറ്റത്ത് വലിയൊരു പന്തൽ, മുട്ടുചെറിയെന്ന് കൊണ്ടുവന്ന 1-ാം തരം ഒരു ശവപ്പെട്ടി, കുന്തുരുക്കത്തിന്റെ ഗന്ധം, സമയമാഗതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന പാട്ട്, ഒത്തിരി പള്ളിയിലച്ഛന്മാർ, വേണമെങ്കിൽ 2-3 തിരുമേനിമാർ, ഞാൻ വന്നാലുടനെ പള്ളിയിലേക്ക് ഒരു ശവഘോഷയാത്ര. എല്ലാം തകർന്നില്ലേ കർത്താവേ? ഇതേ സിസിലി വന്നു. എന്റെ പൊന്നപ്പ, ഈ കൊച്ചു മോളോട് ഒരു അക്ഷരം മിണ്ടാതെ എന്റെ ചക്കരയപ്പ കടന്നു കളഞ്ഞല്ലോ അപ്പ. ഇനി ഈ ജന്മത്തിൽ എനിക്ക് വേറെ അപ്പനുണ്ടോ അപ്പ? ഇച്ചാനും നാത്തൂനും എന്താ ഒരു ഫീലിങ്സും ഇല്ലാതെ നിൽക്കുന്നത്? ഫീലിങ്സ് ഉണ്ട്, അപ്പൻ മരിച്ചില്ല എന്നുള്ള ഫീലിങ്സ്. എന്ത്? അപ്പ മരിച്ചില്ലേ? ഇല്ല, ഇല്ലെന്നേ. അതെന്തൊരു മര്യാദ കേട്. എന്നിട്ട് അപ്പ മരിച്ചു എന്നും പറഞ്ഞ ജെയിംസ് ചായൻ എനിക്ക് ഫോൺ ചെയ്തു എന്നാത്തിനാ? അപ്പൻ ഇപ്പൊ എല്ലാവർക്കും ഒരു ശല്യമാ. അന്തിമമായി അങ്ങനെ കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാവണം. മൂത്ത പുള്ളിക്കാരൻ വന്നു, സണ്ണിച്ചായൻ. പ്രോപ്പർട്ടികളെല്ലാം പാർട്ടീഷൻ ചെയ്യും. ഇല്ല, അതിന്റെ വല്ല അടിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ശവയുടെ കല്യാപ്രധാനം പാർട്ടീഷൻ തന്നെയാണ്. പിന്നെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടണ്ടേ? ഈ സോഷ്യൽ സെറ്റപ്പിൽ അത്തരം തന്ത്രങ്ങൾ ആവശ്യമാണ്. അപ്പൊ ഞാൻ കുറെ കഴിഞ്ഞ് നിന്നെ വിളിക്കാം. എപ്പോഴാ ഫ്യൂണറൽ വെച്ചിരിക്കുന്നത്? അപ്പന്റെ ശല്യം അതിൽ കിടന്നപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ എത്താൻ വേണ്ടി തെരേസ എന്നോട് നുണ പറഞ്ഞതാ. അതൊരു നുണയാണെന്നറിയാതെ ഞാൻ നിങ്ങളെ വിവരം അറിയിച്ചു. നാട്ടുകാരെങ്കിലും അറിഞ്ഞോ? ഇല്ല. അതേതായാലും നന്നായി. കഷ്ടായല്ലോ. അപ്പം തട്ടിപ്പോയ സന്തോഷത്തിൽ മതിമറന്ന് നടക്കുക എന്റെ കെട്ടിയോട് തങ്കമ്മ. ഇനിയിപ്പോ ഞാൻ അവളോട് എന്ത് സമാധാനം പറയും? അതുപോട്ടെ, ഒരർത്ഥം നമ്മുടെ ഈ കൂടി വരവ് നന്നായി. നമുക്ക് നമ്മുടെ വസ്തുക്കൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ഭാഗം ചെയ്തേക്കാം. അപ്പനെ കൊണ്ട് സമ്മതിപ്പിക്കണം, ഇല്ലെങ്കിൽ ബലം പ്രയോഗിക്കണം. അതൊന്നിനും വഴങ്ങിയില്ലെങ്കിൽ ക്രൂരമായത് പലതും ചിന്തിക്കേണ്ടി വരും. ഏതായാലും അപ്പനെ ഇനി സഹിക്കാൻ എന്നെ കൊണ്ടൊരു നിർവാഹവുമില്ല. സഹിക്കേണ്ട, ആർക്ക് സഹിക്കാനൊക്കും? ഏത് നേരം ടീച്ചിങ് അല്ലേ? ഇതിനൊക്കെ നമുക്ക് പരിഹാരം കണ്ടെത്തണം. അതിനൊക്കെ മുമ്പ് വസ്തുക്കൾ വിഭജിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാക്കാം. അതെ, അത് വേണം. തീരുമാനിച്ചോ? ഈ തറവാട് ചുറ്റുമുള്ള റബ്ബർ തോട്ടവും ഉൾപ്പെടെ എനിക്ക് ഇങ്ങനെ തന്നേക്കാം. നിനക്ക് വേറെ 2 വീടുകൾ കൂടി ഉണ്ടല്ലോ. എല്ലാവർക്കും ഉണ്ടല്ലോ 2-3 വീടുകൾ. എന്നാലും അത് ഇത്തിരി അതിൽ
കിടന്ന മോഹമാ. ആയിക്കോട്ടെ, എന്നാ കാഞ്ഞിരപ്പള്ളിയിലും കുളമാവിലുള്ള റബ്ബർ തോട്ടം എനിക്ക് ഇങ്ങോട്ട് തന്നേക്കണം. അതൊന്നും ഒക്കത്തില്ല. അത് ഞാൻ പണ്ടേ തോട്ടം വേണ്ടി വെച്ചിരിക്കുന്നതാ. അതെനിക്ക് വേണം. അതെനിക്ക് വേണം. അത് എനിക്ക് കിട്ടിയേ മതിയാകൂ. ഇല്ലെങ്കിൽ ഇവിടെ രക്തപ്രളയമായിരിക്കും. എടി നടക്കും ഇവിടെ. ഇതൊക്കെ നമുക്ക് ഇവിടെ ശാന്തമായിട്ട് പരിഹരിക്കാമെന്നേ. ആദ്യം അപ്പന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അതാണ് ഒരു ഈറാൻകുട്ടി. അപ്പനെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിനിപ്പോ ഞാൻ മരിച്ചു പോയില്ലേടാ മക്കളെ. മരിച്ചു മരവിച്ച് എന്നെ കുഴിച്ചു മൂടും. അതാണ് സാമൂഹിക നിയമം. അപ്പൻ മരിച്ച വിവരം അപ്പൻ എങ്ങനെ അറിഞ്ഞു? ആര് പറഞ്ഞു? ഞാൻ ചത്തു കിടന്നപ്പോ നിന്റെ അപ്പൻ മരപ്പട്ടി മാത്തൻ വന്നെന്റെ ചെവിയിൽ പറഞ്ഞു, ചെറിയാൻ സാറ് ചത്തുപോയെന്ന്. എന്തായാലും അപ്പൻ മരിച്ച വിവരം അപ്പൻ അറിയരുതായിരുന്നു. അതൊരു നീതികേടായി. ഉള്ളത് പറയാമല്ലോ. ഒരു കാര്യം സത്യം, അപ്പന്റെ ഈ സ്വഭാവം മാറ്റണം. അമ്മോ, സഹിക്ക വയ്യ. എന്റെ ഈ സ്വഭാവം കൊണ്ടാണടാ ഞാൻ 72 കൊല്ലം ജീവിച്ചത്. 72 കർക്കിടകങ്ങളും ഇടവപ്പാതിയും മീനച്ചൂടും കഴിഞ്ഞ് ഈ കലികാല കൽപ്പാന്തത്തിന്റെ അസ്തമന തീരത്തെത്തിയത്. 32 കൊല്ലം സ്കൂളിലും ബാക്കിയുള്ള കാലം പുറത്തുമായി കുട്ടികളെ പഠിപ്പിച്ചു. നിന്നെ MA B.Ed കാരനാക്കിയതും ഇവനെ MBA കാരനാക്കിയതും ഇവളെ MCA കാരിയാക്കിയതും ഈ സ്വഭാവം കൊണ്ട്. അനന്തര തലമുറയ്ക്ക് ജീവിക്കുവാനുള്ള സ്വത്ത് സമ്പാദിച്ചു വെച്ചതും അന്തസ്സും അഭിമാനവും ഉയർന്ന സംസ്കാരവും ഉള്ളൊരു ജീവിതം നയിച്ചതും ഈ സ്വഭാവം കൊണ്ടാണ്. നന്മയോടെയും കരുണയോടെയും സ്നേഹത്തോടെയും ഒക്കെ ജീവിച്ചതുകൊണ്ടാണ്. മക്കളായ ഞങ്ങളെ അപ്പൻ എന്തിനിങ്ങനെ വേട്ടയാടും? പിതൃ സ്നേഹത്തിന് വേട്ടയാടപ്പെടൽ എന്നൊരർത്ഥമുണ്ടോടാ? ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വേട്ടയാടിയത്? നന്മയോട് ജീവിക്കണമെന്ന് പഠിപ്പിച്ചു. അതൊരു തെറ്റാണോ? ശാസ്ത്രത്തിന്റെ പുരോഗതിക്കും ടെക്നോളജികളുടെ വളർച്ചയ്ക്കും ഒന്നും ഞാൻ എതിരല്ല. മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും ഈ സൗരമണ്ഡലത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും ചെന്നെത്തണമെന്നും അവൻ ചക്രവാളങ്ങളിൽ ചാരുകസേരയിട്ട് മലർന്നു കിടക്കണമെന്നും ഒക്കെ എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞത് കുട്ടികൾ തെറ്റിലേക്ക് വഴുതി വീഴാവുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാണ്. നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ? ഇന്റർനെറ്റിൽ കയറരുതെന്ന് ഞാൻ കൽപ്പിച്ചോ? വീട്ടിനകത്തിട്ട് പട്ടികളെ വളർത്തരുതെന്ന് ഈ ത്രേസ്യാമയോട് ഞാൻ പറഞ്ഞു. പട്ടികൾ അതിപ്പോൾ പൊമറേനിയനായാലും ജർമ്മൻ ഷെപ്പേർഡായാലും ഡോബർമാൻ ആയാലും പട്ടികൾ തന്നെയാണ്. ഒരു പട്ടിയും പല്ല് തേക്കുകയോ നാക്കുപടിക്കുകയോ യൂറോപ്യൻ ക്ലോസറ്റിൽ പോയി മലമൂത്ര വിസർജനം ചെയ്യുകയോ ചെയ്തതായി ചരിത്രത്തിലില്ല. പട്ടികൾ വീട്ടുമൃഗങ്ങളാണ്. അതിന് ചിലപ്പോൾ പേയുണ്ടായെന്ന് വരും. പട്ടികൾ വളരേണ്ടത് തറവാട്ടമ്മമാരുടെ മടിത്തട്ടുകളിലല്ല, വീടിന് പുറത്തെ പട്ടിക്കൂടുകളിലാണ്. മറ്റൊന്ന്, കുട്ടികൾക്ക് ബേക്കറികളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഒക്കെ അമിതമായി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. കുട്ടികൾ ചെറുപ്രായത്തിലെ മാരക രോഗികളാണ്. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം വിൽക്കാനാണ്, വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ജീവിതചര്യകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു തെറ്റാണ്. ഞാനൊരു വല്യപ്പച്ചനാണ്, നിങ്ങളുടെ അപ്പനാണ്. അതിലൊക്കെ ഉപരി ഞാനൊരു അധ്യാപകനാണ്, ഗുരുവാണ്. ഗുരു എന്ന് പറഞ്ഞാൽ വെളിച്ചമെന്നർത്ഥം. അറിവിന്റെ മുറ്റത്ത് വന്ന അരിത്താലത്തിൽ നിന്നെ ഹരിശ്രീ ഗണപതായേ നമ അവിഘ്നമസ്തു എന്ന് എഴുതിപ്പിക്കുന്ന ഗുരു നിന്നെ പ്രണവസ്വരൂപിയെയും സർഗസ്വരൂപിയെയും അക്ഷരസ്വരൂപിയെയും ധ്യാനിപ്പിച്ച് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. ജ്ഞാനമാകുന്ന ഗുരു നിന്നെ ദുർമാർഗമാകുന്ന അസത്തിൽ നിന്നുയർത്തി സന്മാർഗമാകുന്ന സത്തിലേക്ക് നയിക്കുന്നവൻ. തമസിൽ നിന്ന് നിന്നെ അകറ്റി ജ്യോതിസിലേക്ക് നയിക്കുന്നവൻ ഗുരു. പൈശാചികമായ മൃത്യുവിൽ നിന്ന് ദൈവികമായ അമരത്വത്തിലേക്ക് നിന്നെ നയിക്കുന്നവൻ ഗുരു. ഞാൻ ഗുരൻ, ടീച്ചർ, അധ്യാപകൻ, ആശ. മനസ്സിലായോ? ഗുരു ഞങ്ങൾക്കറിയില്ല, കുരു ഞങ്ങൾക്കറിയാം. അത് സംഗതി കാശുള്ളതാണ്. കാപ്പിക്കുരു, കുരുമുളക് കുരു, ജാതിക്കുരു, ഏലക്കുരു, അങ്ങനെ പലതരം കുരുക്കൾ. അപ്പൊ ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് മനസ്സിലാക്കണം. എന്താണ്? വസ്തുക്കൾ ഉടനെ ഭാഗം ചെയ്യും. വസ്തുക്കൾ എന്റെ ഇൻവെസ്റ്റ്മെന്റാണ്. അതിലുപരി എന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾ. നിങ്ങളെ എനിക്ക് ഭാഗം ചെയ്യാൻ ഒക്കുമോ? കൂടുതൽ വേദാന്തമൊന്നും ഇങ്ങോട്ട് വിളമ്പേണ്ട. വേദപുസ്തകത്തിന് 73 പുസ്തകവും ഭൗതികതയിലെ 18 അധ്യായങ്ങളും ഇങ്ങോട്ട് വിളമ്പുകയും വേണ്ട. പ്രോപ്പർട്ടികൾ ഉടനെ ഷെയർ ചെയ്യണം. അതിനെപ്പറ്റി എന്ത് പറയുന്നു? സാധ്യമല്ല. എന്തുകൊണ്ട്? എനിക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട്. വസ്തുക്കൾ ഞാൻ ഉണ്ടാക്കിയത്, എന്റെ വിയർപ്പാണതൊക്കെ. എന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന നിനക്കൊക്കെ ഞാൻ എങ്ങനെ എന്റെ സ്വത്തുക്കൾ തരും?
മക്കളെ, നിങ്ങളൊക്കെ വളർന്നത് എന്റെ ചങ്കിലെ ചൂടേറ്റ. നീയൊക്കെ വിശപ്പടക്കിയതും പഠിച്ചതുമൊക്കെ ഞാൻ വിയർപ്പൊഴുക്കിയിട്ട്, നീയൊക്കെ പിച്ചവെച്ചതും ജീവിതത്തിൽ വീടില്ല എന്ന ആത്മവിശ്വാസത്തോടെ നടന്നതും എന്റെ കൈവിരൽ ചൂട്. മക്കളെ, ഞാൻ താരാട്ടുപാടി ഉറക്കിയത് നിങ്ങൾക്കിപ്പോൾ അപമാനമായിരിക്കും. കഥകളും സംസ്കാരങ്ങളും മതി. അവസാനമായി ഒരു വാക്ക്. അപ്പൻ ഞങ്ങൾ പറയാനോട് അനുസരിക്കണം. ഇല്ലെങ്കിൽ അപ്പനെ ഞങ്ങൾ അനുസരിപ്പിക്കും. അപ്പൻ മരിച്ചെന്നിരിക്കും. അതൊരു കൊലപാതകമായിരുന്നുവെന്ന് ഒരു മനുഷ്യജീവി അറിയില്ല. നീ എന്തിനീ മഹാഭാവികൾക്ക് വേണ്ടി ക്രൂസിൽ കിടന്നു പിടഞ്ഞു? ദൈവമേ, ഒരു മൊബൈൽ ഫോണിന് ഇത്രയും വലിയ വില. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ആരാണ് മനസ്സിലായില്ലല്ലോ? സാറിനെ ഓർക്കുന്നുണ്ടാവില്ല. കോഴിക്കോട്ട് വെച്ച് 3 ചെറുപ്പക്കാരോടൊപ്പം കണ്ടത്. എന്റെ കർത്താവേ, എന്റെ അന്തോണിസ് പുണ്യാളച്ച, എന്റെ കുഞ്ഞിനൊന്നും മറന്നില്ലേ? നീ മിണ്ടരുത്. നീ ഒറ്റ ഒരാളാണ് ഇതിനൊക്കെ കാരണം. എന്റെ കുഞ്ഞുങ്ങളെ കൊലക്കി കൊടുത്തു. ഇച്ചായ മിണ്ടരുത്, കൊന്നുകളെ ഞാൻ. വിഷമിക്കാതെ. പണ്ടി സണിച്ചതിന്റെ മോളൊന്ന് ഒളിച്ചോടിയതല്ലേ, അത് പിന്നെ 5-6 ദിവസം കഴിഞ്ഞ് അവർക്ക് തിരിച്ചു വന്നു. സിസിലി, കുട്ടിയോടൊന്നും ആരും ഇപ്പോഴൊന്നും സംസാരിക്കരുത്. അവളുടെ പ്രിൻസിപ്പളും മിസ്സുമാരും ഇപ്പോൾ വരും. എന്നിട്ട് നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണാം. ഇപ്പോൾ അവൾ വിശ്രമിക്കട്ടെ. നമ്മളകത്തേക്ക് ചെല്ലും. എബിയും കുടിച്ചു. DGP ചെറിയൻ സാറിന്റെ പഴയ സ്റ്റുഡന്റ് ആയിരുന്നു. കുട്ടിയെ ജീവനോട് കിട്ടിയത് അതുകൊണ്ടാണ്. കുഞ്ഞിനെ ആരും ശകാരിക്കരുത്, വഴക്ക് പറയരുത്. ആക്സിഡന്റ് ആർക്കും പറ്റും. ഇതൊരു ആക്സിഡന്റ് ആണെന്ന് കരുതിയാൽ മതി. അവൾ തെറ്റുകാരിയല്ല, തെറ്റുകാർ അവളുടെ മാതാപിതാക്കളാണ്, നമ്മളാണ്, സമൂഹമാണ്. മദ്യവും മയക്കുമരുന്നുകളും വിൽക്കുവാൻ അംഗീകാരം കൊടുക്കുന്ന, മനുഷ്യരെ സെക്ഷൽ പെർവേർട്ടഡ് ആക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്ന ഇന്ത്യ ഗവൺമെന്റ്. വിവേകം നശിച്ച മനുഷ്യൻ കിരാതവേഷം ധരിച്ചിരിക്കുന്നു. കാലം അതിനനുകൂലം ചലിക്കുന്നു. കുട്ടികളെ വഴിതെറ്റിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും സുലഭം. സിനിമ, ചാനൽ, പെൺകുട്ടികളെ ധരിപ്പിക്കുന്ന വേഷങ്ങൾ, എവിടെ നോക്കിയാലും തിന്മയുടെ സിംബലുകൾ, പ്രലോഭനങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ. കാലം സർവനാശത്തിലേക്ക് കുതിക്കുന്നു. എന്റെ അപ്പനോട് മാപ്പ് ചോദിക്കും. എന്തിന്? എന്റെ അപ്പനിൽ നിന്ന് അകറ്റിയത് ഇവളാണ്. എന്റെ മോളെ നശിപ്പിച്ചത് ഇവളാണ്. ഇവൾ അവളെ നീ പണ്ടേ നിയന്ത്രിക്കേണ്ടതായിരുന്നു. നിയന്ത്രണം? അവളെ ഞാനോ? അവൾ എന്നെയോ സ്നേഹിച്ചിട്ട് വേണ്ടേ അപ്പ പരസ്പരം നിയന്ത്രിക്കാൻ? ഇവളെ ഞാൻ സഹിക്കുകയായിരുന്നു. ഇയാളെ ഞാൻ സഹിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചു ജീവിക്കുകയല്ലായിരുന്നു, അന്യോന്യം സഹിക്കുകയായിരുന്നല്ലേ? നീയോടാ സണ്ണി, നീ സഹിച്ചു ജീവിക്കുകയായിരുന്നോ? നീയോടെ സിസിലി, നീയും സഹിച്ചു ജീവിക്കുകയായിരുന്നോ? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അപ്പാ. സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് പോകുന്നുവെന്ന് മാത്രം. അപ്പം ഞങ്ങൾക്ക് മാപ്പ് തരണം. ഞങ്ങളുടെ തെറ്റുകൾ അപ്പം പൊറുക്കണം. ദാമ്പത്യ ജീവിതം സഹനമാകുമ്പോൾ അതൊടുവിൽ പകപോക്കലായി മാറും. പരസ്പരം പകപോക്കി പട നയിക്കുന്നവരുടെ ഇടയിൽ കിടന്ന് നിഷ്കളങ്കരും നിരപരാധികളുമായ കുഞ്ഞുങ്ങൾ ഞെരുങ്ങും. അവരുടെ മാനസിക നില വലിഞ്ഞു മുറുകും. അവർ ഏകാന്തതകളെ ശരണം പ്രാപിക്കും. തന്റെ പിരിമുറുക്കം ആരോടെങ്കിലും പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കും. അങ്ങനെ മൊബൈൽ ഫോൺ ഒരു ഇടനിലക്കാരനായി വന്നു തീരും. ഈ ഇടനിലക്കാരനാണ് സാക്ഷാൽ ചകുത്താൻ. മക്കളെ, നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചു ഇന്നലകളെ മറക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിയെ കരുതിയെങ്കിലും പരസ്പരം പോരാടാതിരിക്കും. മനസ്സിൽ ആർദ്ര സ്നേഹത്തിന്റെ മെഴുകുതിരികളും ഐശ്വര്യത്തിന്റെ നെയ്വിളക്കുകളും തെളിയിക്കും. അനീതികൾ കാണുമ്പോൾ ശ്രദ്ധിക്കും.
അനീതികൾക്കെതിരെ 10 പേരിൽ ഒരാൾ വെച്ചെങ്കിലും ശബ്ദിക്കുമ്പോൾ അനന്തകോടി മനുഷ്യ ശബ്ദങ്ങൾ ഉയരും. ആ ശബ്ദങ്ങൾ ഒരു ശബ്ദ കൊടുങ്കാറ്റായി വീശും. ആ കൊടുങ്കാറ്റിൽ എല്ലാ തിന്മകളുടെ വൃക്ഷങ്ങളും കടപുഴകും. വീശട്ടെ അങ്ങനെ ഒരു ശബ്ദ കൊടുങ്കാറ്റ്.